ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ SSLCയുടെ ഫിസിക്സും അതേപോലെ എല്ലാ ടെസ്റ്റും മാറിയിട്ടുണ്ട് അല്ലേ. അതിൽ ഫിസിക്സിൽ പാർട്ട് 1 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫിസിക്സ് മിസ്സിന് പറയാനുള്ളത് കണ്ടിട്ട് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്, എന്താ പറയുക, നന്നായിട്ടൊന്ന് ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സൗണ്ടും വേവ്സും ആണ്. രണ്ടാമത്തത് ലെൻസസ് ആണ്. ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ ആണ് തേർഡ് ചാപ്റ്റർ കേട്ടോ. അതിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്റർ ഫസ്റ്റ് ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഒന്നാമത്തെ ചാപ്റ്ററിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ സൗണ്ട് വേവ്സ് ആണ്. അപ്പം ഇതിൽ സൗണ്ടിനെ കുറിച്ചും അതുപോലെ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫിസിക്സിന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ടെസ്റ്റിന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, മെക്കാനിക്കൽ വേവ്സ്, അപ്പം ഫിസിക്സ് കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട്, ടെസ്റ്റ് കണ്ടിട്ട് കാര്യമായിട്ടൊക്കെ പഠിക്കാനുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ലെൻസസ് ആണ്. ലെൻസസും കഴിഞ്ഞ പ്രാവശ്യം ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അഡീഷണലായിട്ടും കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അഡീഷണലായിട്ടും ആദ്യം മുതലേ നന്നായിട്ട് പഠിച്ചു പോയാലേ നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ചു പോകാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം മുതലേ നമ്മൾ നോക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം പാർട്ട് 2 ഇതൊക്കെ പാർട്ട് 1 വന്നിട്ടുണ്ട് കേട്ടോ. ചാപ്റ്റർ 2 ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ചാപ്റ്റർ 2 കുറച്ച് അത്യാവശ്യം പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ചാപ്റ്റർ 3 ആണ്. അടുത്തത് ചാപ്റ്റർ 3 ആണ്. അപ്പോൾ ചാപ്റ്റർ 3 എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റനൊക്കെ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു കേട്ടോ. റെയിൻബോ ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലത് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപോലെ വന്നിട്ടുണ്ട്, അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഫിസിക്സ് കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെൻട്രൽ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ വന്നിട്ടുമുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇതും ചാപ്റ്റർ 2 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ടെസ്റ്റിൽ. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൂടുതലുണ്ട് കേട്ടോ. ഫിസിക്സ് നന്നായിട്ട് പഠിക്കാനുണ്ട്, ഫിസിക്സ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം മുതലേ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ലാസ്റ്റോട്ടൊന്നും വെക്കരുത് കേട്ടോ. പെട്ടെന്ന് പഠിച്ചു പോവുക കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. അതാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏകദേശം ഒരു ഭാഗങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ചാനലിൽ ഡെയിലി നമ്മൾ ലൈവ് ക്ലാസ്സസ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്ത് കൊടുക്കുക മിസ്, ഇതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. മാത്സ് ഉണ്ടാവും, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മുടെ ചാനലിൽ എന്തുണ്ടാവും, ഡെയിലി വെക്കേഷൻ സമയത്ത് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും എല്ലാ സബ്ജക്റ്റിലും അത്യാവശ്യം പുലികളായിട്ട് മാറിയിട്ട് വേണം സ്കൂളിലോട്ട് പോകാൻ കേട്ടോ. ഇനി നമ്മുടെ ലിങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. മിസ് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ നമ്പർ ഈ താഴെ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സബ്ജക്റ്റിൽ ഡൗട്ടോ അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കുക കേട്ടോ. 95264013
84 ആണ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ മിസ്സ് ഈ ഒരു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ആ ലിങ്കിലോട്ട് പെട്ടെന്ന് കയറുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു വരരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.